ബോയ്സ് ഹൈസ്കൂളിലെ 1987 SSC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഡ്രീംസ് 87ലെ അംഗങ്ങളുടെ ഒത്തുചേരലും ഡ്രീംസ് 87 ഫാമിലിയിലെ വിവിധ പരീക്ഷകളിൽ പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് നൽകുന്ന അവാർഡ് ദാന ചടങ്ങുമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. അതിനു മുൻപ് ഡ്രീംസ് 87ന്റെ നാൾവഴികളിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാം. 2 വർഷങ്ങൾക്ക് മുമ്പ് ജൂൺ 17-ന് 87 ബാച്ചിന്റെ എല്ലാ സുഹൃത്തു കൂട്ടായ്മയോടും കൂടി ആദ്യമായി ഡ്രീംസ് 87 എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് നിലവിൽ വന്നു. അതിനുശേഷം അനേകം തവണ ബാച്ചിന്റെ സുഹൃത്ത് സംഗമങ്ങൾ നടക്കുകയും സന്തോഷകരമായ ഓർമ്മിക്കാവുന്ന 2 കാര്യങ്ങൾ ഈ ബാച്ചിന് നടത്തുവാനും സാധിച്ചു. ഗുരുവന്ദനം എന്ന പേരിൽ ഗുരുക്കന്മാരെ ഓർമ്മിക്കാനും അവരെ അനുമോദിക്കാനും അവസരങ്ങൾ കണ്ടെത്തി. ഡ്രീംസ് 87 ബാച്ചിലെ ഫാമിലി കൂട്ടായ്മയോട് കൂടി ഫാമിലി ഗെറ്റ് ടുഗദർ അതിഗംഭീരമായി നടത്തുകയുണ്ടായി. കുട്ടികൾക്കുള്ള ഈ സമ്മാനദാനം 2ാം തവണയാണ് ഡ്രീംസ് 87 ബാച്ച് നടത്തുന്നത്. ഇനിയും സമൂഹത്തിന് ഉതകുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കണമേ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരുടെയും അനുവാദത്തോടെ കൂടി ഇന്നത്തെ കാര്യപരിപാടികൾ ആരംഭിക്കുന്നു. ഡ്രീംസ് 87ലെ പൂർവ്വ വിദ്യാർത്ഥി സുബ്രഹ്മണ്യന്റെ മകൾ സരിക VS-നെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ഡ്രീംസ് 87ന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ PR സുഭാഷിനെ സ്വാഗതം പറയുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഡ്രീംസ് 87 ബാച്ചിൻ്റെ ഫാമിലിയിൽ വിവിധ പരീക്ഷകളിൽ ജയിച്ച കുട്ടികളെ ആദരിക്കുന്നതിനും നമ്മൾ പഠിച്ചു വളർന്ന സ്കൂളിലെ സമ്പൂർണ്ണ വിജയത്തിന് അനുമോദനങ്ങൾ അറിയിക്കുന്നതിനും വേണ്ടിയാണ് നമ്മളേവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ആദ്യമായി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഞങ്ങളുടെ എല്ലാം സുഹൃത്തായ ശ്രീ കെ മണികണ്ഠനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊടുക്കും. അടുത്തായി ഉദ്ഘാടനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള സ്ഥലം കൗൺസിലർ ശ്രീ ജയപ്രകാശ് പൂത്തിങ്കലിനെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണത്തിനായി നമ്മുടെ എല്ലാം അഭ്യർത്ഥന മാനിച്ച് എത്തിച്ചേർന്നിട്ടുള്ള തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് DYSP ശ്രീ PR ബിജോയ് സാറിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വിനോദ് വന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ 87 ബാച്ചിൻ്റെ അംഗവും കൊക്കാലം 39ാം ഡിവിഷൻ കൗൺസിലറുമായ വിനോദ് പൊള്ളാച്ചേരിയെ പ്രോഗ്രാമിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആൾ എത്തിച്ചേർന്നിട്ടില്ല. പിന്നെ നമ്മുടെ പ്രോഗ്രാമിന് എപ്പോഴും സപ്പോർട്ട് തന്നെ നമ്മുടെ SM ബോയ്സ് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് രാജി ടീച്ചർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാരീരിക അസ്വസ്ഥതകൾ മൂലം ആൾക്ക് വരാൻ പറ്റിയിട്ടില്ല. പകരം SM ബോയ്സ് സ്കൂളിലെ പ്രതിനിധിയായി ശ്രീമതി അനിത ടീച്ചറെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ SN സ്കൂളിലെ ഇപ്പോഴത്തെ ഹെഡ് മിസ്ട്രസ്, ഗേൾസ് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ഷീജ ടീച്ചറെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറും എത്തിച്ചേർന്നിട്ടില്ല. എല്ലാവരും സ്വാഗതം ചെയ്യുന്നു.
നന്ദി പ്രമേയം അവതരിപ്പിക്കുന്നതിന് നമ്മുടെ എല്ലാം കൂട്ടുകാരനായ PR സജീവിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മാനദാനത്തിന് അർഹരായിട്ടുള്ള എല്ലാ കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിനായി അഹോരാത്രം പ്രയത്നിച്ച സുഹൃത്തുക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രോഗ്രാമിന് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും പ്രവാസികളായ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. ഞങ്ങളെയെല്ലാം വിട്ടുപിരിഞ്ഞ സുഹൃത്തുക്കളെയും ഞങ്ങളെല്ലാം സ്നേഹത്തോടെ മാത്രം കണ്ടിരുന്ന ഗുരുക്കന്മാരെയും ഓർമ്മിക്കാനായി ഈ ദിവസം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതോടെ എൻ്റെ നന്ദി പ്രസംഗം ഉപസംഹരിക്കുകയാണ്. സ്വാഗത പ്രസംഗം. നന്ദി, നമസ്കാരം. അധ്യക്ഷ പദവി അലങ്കരിക്കാനായി ഡ്രീംസ് 87 പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ K. മണികണ്ഠനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ. വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും സ്വാഗതം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത എന്നെ പോലെയുള്ള പ്രവാസികൾ കുറേ പേരുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്. അതുപോലെയുള്ള പുറത്തിരുന്ന് ഈ പരിപാടികൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മൾ മൺമറിഞ്ഞു പോയ വിദ്യാർത്ഥി സുഹൃത്തുക്കളും ടീച്ചേഴ്സിനും മാഷന്മാർക്കും എല്ലാവർക്കും അവരുടെ ഓർമ്മകളും എല്ലാം മയോർത്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. പിന്നെ ഡ്രീംസ് 87 എല്ലാവർക്കും അറിയാം, എന്നാൽ ചെറുതായിട്ടൊന്ന് പറയാണ്. ഇതുപോലൊരു ജൂണിൽ നമ്മുടെ 1-2 സുഹൃത്തുക്കൾ കണ്ടുമുട്ടിയപ്പോൾ തുടങ്ങിയ ഒരു സംരംഭമാണ്. പക്ഷെ അത് ഇത്രയും നല്ല രീതിയിൽ 2 വർഷമായിട്ടും അതേ ബലം കൂടി വരുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും അതിന് നന്നായി സഹകരിച്ച് ഒത്തൊരുമോടുകൂടെ പോകുന്നതുകൊണ്ട് ഇതുവരെ നമുക്ക് 2 വർഷം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഈ സമ്മാനദാന ചടങ്ങ് തന്നെ ഇതിപ്പോൾ 2ാമത്തെ വർഷമാണ് നമ്മൾ തുടങ്ങിയതിന് ശേഷം. കഴിഞ്ഞ വർഷം ഈ വർഷം അത് മുടങ്ങാതെ നടത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ, അത് ഫാമിലി ഗെറ്റ് ടുഗദർ, പിന്നെ ഗുരുവന്ദനം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാ അധ്യാപകരെയും വിളിച്ച് അവർക്ക് ഓരോ ഉപഹാരങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചടങ്ങ്. അതിൽ തന്നെ ഇപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളെ പഠിപ്പിച്ച ഓരോ അധ്യാപകരെ പോയി കാണുമ്പോഴും അവരെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴും ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് നേരിട്ട് അനുഭവിക്കാൻ എനിക്ക് യോഗം ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഇവരെ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അനുഭവിച്ച കുറേ വ്യക്തികളുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ അനുഭവങ്ങൾ എന്നേക്കാൾ കൂടുതൽ പറയാനുണ്ടാവും. അവർ പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അതുപോലെ നമ്മുടെ ഫാമിലി കൂട്ടായ്മയായിട്ടുണ്ടായിരുന്നൊരു പരിപാടി, അത് വളരെ വൻ വിജയമായിരുന്നു. അതിൽ ഞാനുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ എടുത്തു പറയാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇനി വീണ്ടും പറയാൻ താല്പര്യപ്പെടുന്നില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് വയ്ക്കേണ്ട കാര്യങ്ങളുമുണ്ട്. എന്നാലും നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേര് വന്നു, കുറച്ച് പേര് പങ്കെടുത്ത് പോയി എന്നതിനേക്കാൾ ഉപരി ഇതിന് വേണ്ടി കുറേ ദിവസങ്ങളായി എന്താ പറയുക, അവരവരുടെ ജോലി തിരക്കും അതൊക്കെ കഴിഞ്ഞ് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇത്രയും നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുന്ന കുറച്ച് വളരെ നല്ല സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അവരൊന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല അത് ചെയ്യുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. എന്നിട്ടും ഇത് ഇത്രയും ഭംഗിയായിട്ട്, ഇത് മാത്രമല്ല ഞാൻ ഈ പ്രോഗ്രാമിനല്ല പറയുന്നത്, നമ്മളെ ഗുരുവന്ദനം എന്ന് പറഞ്ഞ പരിപാടിയായാലും ഫാമിലി മീറ്റായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തിയ കുറേ ആളുകൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ എല്ലാവരും പറയേണ്ടി വരും. പക്ഷെ അവർക്കും ഞാൻ ഒന്നുകൂടിയും എൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നും എന്താ പറയുക എല്ലാവിധ സഹായ സഹകരണങ്ങളും നേരുന്നു. ഇനിയും ഇതിലും നല്ല പരിപാടികൾ മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ ആയിട്ട് അവർക്ക് സാധിക്കട്ടെ. പിന്നെ ഇതുപോലെയുള്ള പരിപാടികളും എല്ലാം നമുക്കിനിയും ഈ കൂട്ടായ്മയുടെ പേരിൽ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവണം. അത് വേണമല്ലോ, ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ സംരംഭങ്ങളൊക്കെ വരുമ്പോൾ അതിനെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പങ്കെടുത്ത് നല്ല വിജയത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ഇനിയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും.
ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഡിവിഷൻ കൗൺസിലർ ബഹുമാന്യനായ ശ്രീ ജയപ്രകാശ് പൂവത്തിങ്ങലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, 87 ഡ്രീംസിൻ്റെ നിങ്ങളുടെ സഹപാഠി കൂടിയായ മണികണ്ഠൻ, നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന നമ്മൾക്കെല്ലാവർക്കും കുറുക്കഞ്ചേരിയുടെ തന്നെ എല്ലാവർക്കും ഒറ്റവാക്കിൽ അറിയാവുന്ന നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബിജോയ് സാർ, സ്വാഗതം പറഞ്ഞ സുഭാഷ്, നമ്മുടെ ഇവിടെ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്ന അനിത ടീച്ചർ, നന്ദി പറയുവാൻ എത്തിച്ചേർന്ന സജീവൻ, മറ്റു 87 രാധാകൃഷ്ണൻ, ജയചന്ദ്രൻ, ബൈജു പോലെയുള്ള, മണികണ്ഠൻ പോലെയുള്ള മറ്റു പല ആളുകളുമുണ്ട് എൻ്റെ കൂട്ടുകാരിവിടെ ഉള്ള മിടുക്കന്മാരെ, സുഹൃത്തുക്കളെ. ഇന്ന് നിങ്ങളുടെ ഡ്രീംസ് ഡേ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഡ്രീംസ് 87 എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും മനോഹരമായ ഒരു ദിവസമാണ്, മനോഹരമായ ദൃശ്യമാണ് എന്നെനിക്ക് തോന്നിയിട്ടില്ല ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും പ്രസന്നനായി, വളരെ നല്ല ചെറുപ്പക്കാരായി, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യ കുട്ടികളുമായി വന്ന ആ രംഗം നമുക്കൊന്നും ജീവിതത്തിൽ ചിന്തിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള രംഗമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും മറ്റു കാര്യങ്ങളും ജീവിതത്തിലില്ല, ഒരു ടെൻഷനില്ല, എല്ലാവരും നല്ല ചുള്ളന്മാരായിട്ടിരിക്കണേ. 50 വയസ്സിന് മുകളിലാണോ എന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആണ് എന്ന് തോന്നുന്നു. അതിനേക്കാളും താഴെയാണ് നമ്മുടെ ബിജോയ് സാറ്, നിങ്ങളെക്കാളും താഴെയാണ് 2 വയസ്സിന്. പക്ഷേ ആളുടെ ഒപ്പം തന്നെ നിങ്ങൾ നിൽക്കുന്നുണ്ട്, ഒപ്പത്തിനൊപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെയുള്ള ക്ലാസ്മേറ്റുകൾ എന്ന സിനിമ ഇറങ്ങിയ അന്നു മുതലാണ് ഇതുപോലെയുള്ള എല്ലാ കോളേജിലും എല്ലാ സ്കൂളുകളിലും നമ്മളെ വിളിക്കാറുണ്ട് ഇതേപോലെ പരിപാടികൾ. ഞാൻ പഠിച്ച SSLCക്ക് പഠിച്ച 82, 83 ബാച്ച് ഇതേപോലെ സജീവമല്ല, വാട്സപ്പിൽ സജീവമാണ്. പക്ഷെ ഇതുപോലൊന്നും ഇരിക്കാനുള്ള ആളുകൾ എത്തിയിട്ടില്ല. ഒക്കെ റിട്ടയറായി, ഒക്കെ കഴിഞ്ഞ വർഷം റിട്ടയറായ ആളുകളാണ്. അതേപോലെ തന്നെ കോളേജിൽ പഠിച്ച കേരളോർമ്മ ടീമുണ്ട്, ഇതുപോലെ തന്നെ സജീവമാണ് വാട്സപ്പിൽ. പക്ഷേ അതൊരു ചെറിയൊരു കൂട്ടം പോലെയാണ്, ഗ്രൂപ്പ് പോലെയാണ്. അതുപോലെ ഗവൺമെൻറ് കോളേജിൽ പഠിച്ച അതുണ്ട്, അവിടെയും അത് ഇതേപോലെ ടീമുണ്ടായിരുന്നു. ഒരു 10, 30 പേര്, 20 പേര്, അവരെപ്പോഴും ഒരു കൂട്ടായിട്ടുണ്ടാവും. നമുക്കിതിൻ്റെ ഇടയിൽ ചെന്ന് നിൽക്കാനും ഒഴിവില്ല. ഇവരെന്നും വാട്സപ്പിൽ രാത്രി സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളാവുക. സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർ വാദപ്രതിവാദങ്ങളും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ചെറുപ്പകാലം അങ്ങനെ തന്നെ തുടുത്ത് കൊണ്ടുവരാ ഈ വാട്സപ്പിൽ. അപ്പോൾ ഞാനിതൊക്കെ നോക്കി ശ്രദ്ധിക്കും, നമ്മളെന്തോ ഇത് പറയാന്ന് വെച്ചിട്ട്. പലരും മുത്തച്ഛന്മാരായി, അവരെ മക്കളുടെ കല്യാണം കഴിഞ്ഞു, അതിന് ക്ഷണിക്കലാണ് ഇപ്പോഴത്തെ പണി. ഇപ്പോൾ എൻ്റെ പ്രായമുള്ളവരൊക്കെ എൻ്റെ ക്ലാവിൻ്റെ കല്യാണം, മക്കളുടെ കല്യാണം എന്നുള്ള ഇതിലാണ്. അത് ഞാനധികം സജീവമാവാത്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 6ാം ക്ലാസ്സിലാണ്. അപ്പോൾ എനിക്കിതൊക്കെ പറഞ്ഞു നടക്കാൻ പറ്റും ഇവരടുത്ത്. അവരുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുടെ വിരുന്നിനും അവരെ ക്ലാസ് പോക്കുമായിട്ട് വിളിക്കണേ അവർ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പോയി സജീവമാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു നാണക്കേട് പോലെ. അപ്പം ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വല്ലാണ്ടുള്ള തിക്കും തിരക്കില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ 87ത്തെ ഇവിടെ നിങ്ങളുടെ കഴിഞ്ഞ പിന്നെ ഇവിടെ 2, 3, 4 ബാച്ചുകാർ ഇതേപോലെയുള്ള പരിപാടികൾ നടത്തി നിങ്ങളുടെ കണ്ടിട്ട്.
നിങ്ങളുടെ അതേ മോഡൽ തന്നെ ഇതേപോലെ ഭക്ഷണം അടക്കം നിങ്ങളുടെ കൊണ്ടു നടന്നു. 2-3 ബാച്ചുകാർ വളരെയധികം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അന്ന്. നിങ്ങൾ അത് അവർക്കൊരു പ്രോത്സാഹനമായിരുന്നു. നിങ്ങൾക്കും അതാഞ്ഞി ഇതൊരു പ്രോത്സാഹനമാണ്. അടുത്ത വർഷത്തേക്ക് നിങ്ങളെ കാണുവാനും നിങ്ങളെ കണ്ട് സംസാരിക്കുവാനും എല്ലാം നിങ്ങളുടെ മക്കൾക്കും കുട്ടികൾക്കും ഭാര്യയ്ക്കും എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സുകളെ കാണാനും എല്ലാം ഒരു അവസരം ഒരുക്കി തന്ന ഈ അനുമോദന സംഗമം ഇവിടെ പ്രത്യേകിച്ച് ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല, എന്നെക്കാളും കൂടുതൽ നന്നായിട്ട് സംസാരിക്കും ബിജോയ് സാറ്. അപ്പോൾ ഈ അനുമോദന സംഗമത്തിന് എന്നെ വിളിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഞാനും നിങ്ങളുടെ പോലെ തന്നെ 87 ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രായം നിങ്ങളുടെ പ്രായം തന്നെ എൻ്റെ മനസ്സുകൊണ്ട് ആയിരിക്കട്ടെ, ആ ഉന്മേഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ 2 സുഹൃത്തുക്കൾ ജയചന്ദ്രനും ജയ്സനും കൂടിയിട്ട് കണ്ടുമുട്ടി. അവിടുന്ന് തുടർന്ന് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയതാണ്. 2022 ജൂൺ 17-ാം തീയതിയാണ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ 2ാം വാർഷികമാണെന്ന്. അതിൻ്റെ കേക്ക് മുറിച്ച് നമ്മൾ ആ സന്തോഷം ഇവിടെ പങ്കിടുകയാണ്. അത് കേക്ക് മുറിക്കുന്നതിനായിട്ട് ഞാൻ ട്രെയിനിങ് കൊടുത്ത് എൻ്റെ ശിഷ്യനാണ് ബിജോയ് സാറ്. ബിജോയ് സാറിനെ ഇതിന് ക്ഷണിക്കുക. പ്രഭാഷണത്തിനായി തൃശൂർ ക്രൈംബ്രാഞ്ച് DYSP PR ബിജോയ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സദസ്സിലേക്ക് സാറിനെ ക്ഷണിക്കുകയാണ്. വേദിയിലും എനിക്ക് മുന്നിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ 87 ബാച്ചാണ്, ഞാൻ 89 ബാച്ചാണ്. 2 വയസ്സിൻ്റെ ഒരു വ്യത്യാസം കാണുമായിരിക്കും. വികാരങ്ങളൊക്കെ ഏതാണ്ട് തുല്യമാണ്. നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മ തുടങ്ങിയതിനെ കുറച്ചുകൂടെ മുമ്പ് ഞങ്ങൾ തുടങ്ങിയെന്ന് സംശയമുണ്ട്. ഏതായാലും ക്ലാസ്മേറ്റ്സ് തുടങ്ങിയപ്പോൾ തൊട്ടായിരിക്കും, പടം വന്നതുകൊണ്ടായിരിക്കാം. ഈ പടം വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് വാട്സപ്പ് വേണം. വാട്സപ്പും ഫേസ്ബുക്കൊക്കെ കൂടി നമ്മളെ സത്യത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കാനായിട്ട് സാധിച്ചു. അത് മാറ്റം ഇൻ സെൻസ് നമ്മൾ ആ സമയത്തേക്ക് അല്ലെങ്കിൽ ആ പ്രായത്തിലേക്ക് പോകാൻ പറ്റും. വേറെ എവിടെയും നമുക്കത് പറ്റില്ല. നമ്മൾ ആ 87 അല്ലെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം 89 അവരെ കൂടെ കാണുമ്പോൾ ആ പ്രായത്തിലേക്ക് ന്യായമായിട്ടും നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. അവിടെ ഇപ്പം ഞാനാണെങ്കിൽ DYSP ആണ്, DYSP ഇല്ല. അവിടെ ബിജോയ് 10ൽ പഠിക്കുന്ന ബിജോയേ ഉള്ളൂ. അത് തന്നെയാണ് അവരുടെ കൂടെയുള്ളവരെല്ലാവരും. അതിൽ എല്ലാ തുറയിലുള്ളവരുണ്ടാവും. അത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ എല്ലാ വേണമെങ്കിൽ അതിനെ ജാടാന്ന് പറയാം, പുറത്തുള്ള എല്ലാം ഇറക്കി എവിടെയെങ്കിലും വെച്ചുകൊണ്ട് സാധാരണ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം വിദ്യാലയമേ ഉള്ളൂ. ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും നമ്മുടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ നിങ്ങളുടെ ഇടയിലും ഉണ്ടാവും, ഞങ്ങളുടെ ഇടയിലൊക്കെ എന്താ പറയുക, കുട്ടികളൊക്കെ ഉണ്ടല്ലേ, വായനോട്ടം തൊട്ട് എല്ലാം ഉണ്ടാവില്ല. ആ ഒരു പ്രായത്തിൽ നിങ്ങളുടെയൊക്കെ മനസ്സ് എന്തായിരിക്കും എന്നറിയാലോ നമ്മുടെയൊക്കെ. അപ്പൊ അവിടം തൊട്ടുള്ള അന്ന് പ്രേമിച്ചവരായിക്കോട്ടെ, അന്ന് അടികൂടിയവരായിക്കോട്ടെ, അന്ന് എന്താ പറയുക വലിയ വലിയ യുദ്ധങ്ങൾ, നേരത്തെ കൗൺസിലർ പറഞ്ഞതുപോലെ
ഒരുപാട് അടിയുണ്ടാക്കാനും ഇടിയുണ്ടാക്കാനും നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല. തോക്ക് ഞാൻ ഇപ്പോഴാണ് SI ആയിട്ടാണ് പിന്നെ കണ്ടുടങ്ങിയത്. അതിനു മുമ്പ് കുരുമുളകും കൊണ്ട് എയർഗണ്ണ് കൊണ്ടുപോയ സമയമുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒരു കാലഘട്ടമാണ്. ഞാൻ പറയുന്നത് എല്ലാ വില്ലത്തരങ്ങൾക്കും ഡിവൈഡർ മറച്ചു പിടിച്ചിട്ടും അങ്ങനെയൊക്കെ പോയ ഒരു കാലഘട്ടമൊക്കെ, എല്ലാം നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഉള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിനെയൊക്കെ ഓർത്തെടുക്കാനും അന്നത്തെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള നന്മകളും തിന്മകളും അതെല്ലാം അയവിറക്കാനും അന്നത്തെ നമ്മുടെ എന്താ പറയുക അത്രയും അടുപ്പമുള്ളവരുമായിട്ട് കൂടെ ഇരിക്കാനുമുള്ള ഒരു വലിയൊരു അവസരമാണ് ഇപ്പോൾ ഈ പറയുന്ന വാട്സപ്പും ഇതൊക്കെ വന്നോട് കൂടിയിട്ടുണ്ടായിട്ടുള്ളത്. അതിലെ നന്മകൾ മാത്രം കാണുക. കാരണം ഈ അടുത്താണ് നമുക്ക് അങ്ങനത്തെ ചിന്തകൾ ഏറ്റവും കലശലായി വന്നത്. ഞങ്ങളൊക്കെ നോക്കുമ്പോൾ എല്ലാവരുടെയും ടൂർ പോക്കാണ്. ഇത്രയും ഞാൻ എൻ്റെ ഓഫീസിൽ നോക്കുമ്പോൾ ഓഫീസിലുള്ളവർ ചോദിക്കുന്നു, സാർ ഞങ്ങൾക്കൊരു 5 ദിവസം ലീവ് വേണം, സാർ ഞങ്ങൾക്കൊരു 10 ദിവസം ലീവ് വേണം. അപ്പം നോക്കുമ്പോൾ ഡൽഹിയിൽ പോകുന്നു, കാശ്മീർ പോകുന്നു, പുറത്തേക്ക് പോകുന്നു, എല്ലാവരുടെയും ഇതാണ്. ഒരു കോവിഡ് വന്നതോട് കൂടിയിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെയൊക്കെ ലൈഫിന് ഇത്രയേ ഉള്ളൂ എന്നും പെട്ടെന്ന് പോകാവുന്നതാണെന്നും അതിനുള്ളിൽ മാക്സിമം ജീവിതമെല്ലാം ആസ്വദിക്കണമെന്നും ഒക്കെയുള്ള ഒരു തോന്നലൊക്കെ വന്നത് അതോടുകൂടിയൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ വളരെ ഫാസ്റ്റായിട്ട് ഇപ്പം എല്ലാവരും അങ്ങനത്തെ ജീവിതം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു ചിന്തയായിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പഴയ രീതികളിൽ ഉണ്ടെങ്കിൽ അതും മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഈ ഫോറിനേഴ്സൊക്കെ പലപ്പോഴും നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്, അവരൊക്കെ ഭയങ്കര പണക്കാരായിരിക്കില്ല, എങ്ങനെ അവർക്ക് ഇവിടെ നിന്ന് ഇവിടെയൊക്കെ എത്താൻ പറ്റി എന്നുള്ളതൊക്കെ ഞാനൊക്കെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. പിന്നെയാണ് അവരെ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരാളൊരു ഫോട്ടോഗ്രാഫറാണ്. ആ ഫോട്ടോഗ്രാഫർ അയാളുടെ വീട്ടിൽ അയാൾ ഉണ്ടാക്കുന്ന പൈസ അയാൾ കളക്ട് ചെയ്ത് വെക്കുന്നു. ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങി പോകുന്നു, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ആൾ തിരിച്ച് അയാളുടെ നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ലെവലിലുള്ളവർക്ക് എല്ലാവർക്കും ഇതെല്ലാം സാധിക്കും. ഒറ്റ കാര്യമുള്ളൂ, അതിനുള്ളൊരു എർജ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളോട് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ തിരിഞ്ഞ് ഇങ്ങോട്ടും നോക്കിയിട്ട് തന്നെ പറയുന്നത്, ഞാനും ഇടയ്ക്ക് ആലോചിക്കും കാലത്തൊട്ട് വൈകുന്നേരം വരെ കേസ് പിടുത്തം CD GD ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിനെയും കൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനൊക്കെ ആയിട്ട് എനിക്ക് പിന്നെ ഒരു പ്രാവശ്യം ഒരു സസ്പെൻഷനൊക്കെ കിട്ടി. ഇപ്പോൾ കുറച്ച് സമയം കിട്ടി, ഇപ്പോൾ ഒന്ന് വീട്ടുകാരെ കാണാനും ഹണിമൂണിന് പോകാനും ഒക്കെ 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്കൊരു ദിവസം കുറച്ച് നാളൊക്കെ കിട്ടിയത്. അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കിട്ടാറുണ്ട്. എനിവേ, ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. നമ്മുടെ കുടുംബത്തോടൊപ്പം ആ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കുക, പരസ്പരം ഷെയർ ചെയ്യുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉന്നമനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇതൊക്കെ വലിയ വലിയ സംഭവങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇതാണ് എനിക്ക് കണ്ടപ്പോൾ ഞാൻ ഏറ്റവും അധികം അവിടെ ഇരിക്കുന്ന മുഖങ്ങളെക്കാൾ ഇവിടെ ചിരിക്കുന്ന മുഖങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം വന്നത്. കാരണം ഇതൊരു വലിയ സംഭവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവർക്ക് കിട്ടുന്ന പ്രോബബ്ലി നമ്മൾ വേറെ എവിടെയൊക്കെ പോയി പലതൊക്കെ കിട്ടും, അവർ പലതും നേടും. പക്ഷെ നമ്മുടെ നാട്ടിലെ കൂട്ടായ്മകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ, എൻ്റെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നും അവരിയ്ക്കുമ്പോൾ കിട്ടുന്ന അപ്രീസിയേഷൻ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ, ഇതൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് വലിയ മൂല്യമുള്ളതാണ്. അവരിത് എപ്പോഴും തുടച്ച് എടുത്തു വെക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധ അത് വലിയ ഗുണം ചെയ്യും. കുട്ടികൾ ഇതിൽ വാങ്ങിയ കുട്ടികളെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, MBBS സ്റ്റുഡൻറ്റ് അല്ല, MBBS കഴിഞ്ഞൊരു കുട്ടിയുണ്ട്. എനിക്ക് അപ്പുറത്തെ MBBSന് പഠിക്കുന്ന വേറൊരു കുട്ടീൻ്റെ അനിയത്തി വന്നിട്ടുള്ളൂ അല്ലേ, ചേച്ചി ഇവിടെ ഇല്ല. അതും കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് വലിയ മോട്ടിവേഷനാണ്, കുട്ടികൾക്ക് വലിയ ഇൻസ്പിറേഷനാണ്. ഇത് കഴിഞ്ഞാൽ അടുത്തത് നമ്മളുടെ വലിയ ഒരു എന്താ പറയുക
ബുദ്ധിമുട്ടുകളെല്ലാം അപ്പുറത്തു കൂടെ പോകുന്നുണ്ട്. നമ്മൾ വാട്സപ്പിനെ കുറ്റം പറയും, ഫേസ്ബുക്കിനെ കുറ്റം പറയും, ടിക്ടോക്ക്, ഇതെല്ലാം കുഴപ്പങ്ങളാണ്. അതെല്ലാം കുഴപ്പങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോഴും പഠിക്കാനും അല്ലെങ്കിൽ മുന്നോട്ട് പോകാനും അവരവരുടെ ഏരിയയിൽ എക്സൽ ചെയ്യാനും പറ്റിയ വലിയൊരു വിഭാഗം ഇപ്പുറത്തുകൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ബോധ്യം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവണം. അച്ഛനമ്മമാർക്ക് അവരുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാനും വേണം. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു ഇത് കണ്ടു. ഞാൻ ആ കുട്ടിയുടെ പേരൊന്നും ഓർക്കുന്നില്ല. ഒരു കുട്ടി, ഒരു ലെജൻഡ്, ഒരു ചെറിയ കുഞ്ഞാണ്. അവൻ കീബോർഡിൽ അസാമാന്യമായിട്ടുള്ള അവൻ്റെ കഴിവ് വെച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് AR റഹ്മാനുമായിട്ട്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അപ്പൊ AR റഹ്മാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഏതാണ് നിന്റെ ഇഷ്ടമുള്ള ഗെയിം എന്ന് ചോദിച്ചിട്ട് ഏതോ ഒരു വീഡിയോ ഗെയിമിന്റെ പേര് പറയാണ്. ആ കുട്ടിക്ക് ആ ഗെയിം അറിയില്ല, ആ കുട്ടിക്ക് ആ വീഡിയോ ഗെയിം അറിയില്ല. കാരണം ആ കുട്ടി അങ്ങനെയല്ല ചിന്തിച്ചിട്ടുള്ളത്. ആ കുട്ടി അങ്ങനെ ചിന്തിച്ച് അതുമ പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ AR റഹ്മാന്റെ കൂടെ ഇരുന്ന് ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് ആ കുട്ടിക്ക് പറ്റില്ലായിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ഈ കീബോർഡിലും അതിലും മാത്രമായി പോയി എന്നുള്ളതുകൊണ്ട് അപ്പൊ അങ്ങനത്തെ കുട്ടികളും അങ്ങനത്തെ ഒരു വിഭാഗം ഇപ്പുറത്തുകൂടെ നന്നായി പോകുന്നുണ്ട്. നമുക്ക് നന്മയും തിന്മയും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. കാരണവന്മാർക്ക്, അച്ഛനമ്മമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നത് അതുണ്ടെങ്കിലും ഇതും കൂടി അവർക്ക് കാണിച്ചു കൊടുക്കുക, നല്ല രീതിയിൽ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, നല്ലത് സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവിടെയും ഉണ്ടാവും ചീത്തയും ഇതൊക്കെ. ഞാൻ പറയും, എൻ്റെ ഈ ഒരു തുണിക്കടയുടെ ഞാൻ എപ്പോഴും പറയാറ്, എനിക്ക് കണ്ടിട്ടുള്ളത് പെൺകുഞ്ഞുങ്ങളൊക്കെ ഒരു തുണിക്കടയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എത്ര സമയം എന്നറിയാം. എനിക്കൊക്കെ ബോറടിക്കും. ഞാൻ സൈഡിലേക്ക് മാറിയിരിക്കും. ഇവിടെ എവിടെയെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അവരങ്ങോട്ട് പോയിട്ട് വന്നാൽ മതി. കാരണം ഒരു പാവാട എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സാരി എടുക്കുന്നു, ഈ സാരി അങ്ങോട്ട് മറിച്ച് നോക്കുന്നു, ഇങ്ങോട്ട് മറിച്ച് നോക്കുന്നു, അപ്പുറത്തേക്ക് വീണ്ടും ഇതൊരു സമയം നോക്കും, അടുത്ത് നോക്കും, അത് നോക്കിയിട്ട് അത് കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം. ഇതിങ്ങനെ നോക്കി നോക്കി ഒരുമാതിരി ആ കടയിലുള്ള എല്ലാ സാരിയും നിലത്തിട്ടായിരിക്കും ഒരു സാരി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ജീൻസ് സെലക്ട് ചെയ്യുക. അത്രയും സെലക്ഷൻ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എടുക്കുക. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു സാധനം നല്ലതാണോ എന്ന് തിരിച്ചും മറച്ചും തിരിച്ചും നോക്കുക. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ആൺകുട്ടിയാണെങ്കിലും, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിയാണെങ്കിലും, നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണെങ്കിലും 4 പ്രാവശ്യം തിരിച്ചും മറച്ചും വീണ്ടും മറച്ചിട്ടോളൂ, വീണ്ടും തിരിച്ചിട്ടോളൂ. അങ്ങനെ നോക്കി ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രം, നല്ലതാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രം, അത് വെറും തുണിക്കടകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്കും അത്തരം ഒരു സെലക്ഷൻ നിങ്ങൾ ചെയ്തെടുക്കണം. അതിലൂടെ നമുക്ക് ഒരു പരിധി വരെ നല്ല ഒരു എന്താ പറയുക, ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ കുടുംബങ്ങളിലും നന്മ വരട്ടെ. നിങ്ങളുടെ ഇത്തരം നല്ല കാര്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. അതിനുള്ള ശക്തി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഡ്രീംസ് 87 ബാച്ചിന്റെ ഫാമിലിയിലുള്ള വിവിധ പരീക്ഷകളിൽ പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് നൽകുന്ന അവാർഡ് ദാന ചടങ്ങാണ് നടക്കുവാൻ പോകുന്നത്. ഡ്രീംസ് 87 SSC ബാച്ചിന്റെ 2023-24 വർഷത്തെ വിദ്യാഭ്യാസ അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന വിദ്യാർത്ഥികളുടെ പേരുകൾ വിളിക്കുമ്പോൾ മാതാപിതാക്കളോടൊപ്പം സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ആദ്യമായി MBBS ബിരുദം നേടിയ ആരതി പ്രവീൺ. എല്ലാവർക്കും നമസ്കാരം. സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടപ്പോഴും. ആരതിക്ക് ഇന്ന് നീറ്റ് എക്സാം ആയിരുന്നു PGയുടെ. അപ്പോൾ അവർ മാറ്റി വെച്ചു. പക്ഷേ അവൾക്ക് ജോലി സംബന്ധമായിട്ട് പോയി വരാൻ പറ്റിയില്ല. പ്രവീണും വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അമ്മ അറിയിക്കുന്നുണ്ടത് പ്രോബബ്ലി ആരതിയേക്കാൾ കൂടുതൽ. കാരണം നിങ്ങളാണ് അവരങ്ങനെ ആക്കിയെടുക്കുന്നത് കേട്ടോ. BCom ബിരുദം നേടിയ അഞ്ജന KS സുനിൽകുമാർ.
അവാർഡ് വാങ്ങുന്ന കുട്ടികൾ എല്ലാവരും ഫ്രണ്ടിലേക്ക് വരാം. ബിടെക് ബിരുദം നേടിയ അഭിത് രാജ് രാജീവ്. അഭിത് രാജ് രാജീവ്. ബിരുദം നേടിയ സമീഷ ബാബുരാജ്. ബികോം ബിരുദം നേടിയ അഭിനവ് ബൈജു. ബികോം ബിരുദം നേടിയ ഏഞ്ചൽ റോസ് ബാബു CI. അടുത്തത് BSc ഫിലോസഫി ബിരുദം നേടിയ നീള ടെസ് ജെയ്സൺ. നീള ടെസ് ജെയ്സൺ. അടുത്ത് പ്ലസ് ടു പാസ്സായ അദീപ് ജയചന്ദ്രൻ. അടുത്തത് പ്ലസ് ടു പാസ്സായ ദേവിക ഷാജുമോൻ. അടുത്തത് പ്ലസ് ടു പാസ്സായ ഭവ്യശ്രീ ശശികുമാർ. അടുത്തത് പ്ലസ് ടു വിജയിച്ച കിഷൻ വിജയൻ. അടുത്ത് പ്ലസ് ടു വിജയിച്ച നിതീഷ് മണികണ്ഠൻ കെ. ആദിൽ കൃഷ്ണ അനിൽകുമാർ. ജലിത് ജിൽസൺ. ജലിത് ഇതില്ല. ജിൽസൺ വന്നുണ്ടോ? അടുത്ത് SLC പാസ്സായ ആദ്ര തിമുത്തി. അടുത്ത് SSLC പാസ്സായ ദേവിക മോഹൻ. അടുത്ത് SSLC പാസ്സായ അമർനാഥ് സജീവൻ. SSLC പാസ്സായ കാർത്തിക് ബിനോജ്. അടുത്ത് SLC പാസ്സായ SN ബോയ്സ് ഹൈസ്കൂളിലെ ഫുൾ A+ നേടിയ മൃദുൽ സുധൻ. അടുത്തത് SN ഗേൾസ് ഹൈസ്കൂളിലെ SLCക്ക് ഏറ്റവും ഫുൾ A+ നേടിയ കൃഷ്ണ ബൈജു. SN ഗേൾസ് ഹൈസ്കൂളിലെ SSLCക്ക് ഫുൾ A+ നേടിയ അവണി സുധീർ.
അടുത്തത് SN ഗേൾസ് ഹൈസ്കൂളിലെ SSLCക്ക് ഫുൾ A+ നേടിയ ശ്വേത ശശി. SSLCക്ക് ഫുൾ A+ നേടിയ അഭിശ്രീ രാജു. അടുത്തതായി SN സ്കൂളിന് 100% വിജയം നേടിയെന്ന അധ്യാപകർക്കുള്ളതാണ്. അതിന് രാജി ടീച്ചർ എത്തിയിട്ടില്ല, പകരം മൃദുൽ സുധൻ വിളിക്കുന്നു. SN ഗേൾസ് ഹൈസ്കൂളിൽ 100% വിജയം നേടിയതിന് പിന്നിൽ പ്രവർത്തിച്ച സ്കൂളിന് വേണ്ടിയിട്ട് ഷീജ ടീച്ചർ പ്രസന്റ് ഇല്ല, അതിന് പകരം കുട്ടികൾ വാങ്ങുന്നു. നേടുന്നതിനായി ഡ്രീംസ് 87 ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും തൃശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലറുമായ ബഹുമാന്യനായ ശ്രീ വിനോദ് പൊള്ളച്ചേരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ശ്രീ മണികണ്ഠൻ കെ അവർ ഈ ചടങ്ങ് വളരെ ധന്യമാക്കിയ ഇവിടെ അനുമോദന പ്രഭാഷണം നടത്തിയ നമ്മുടെ ബിജോയ് സാർ DYSP, അതുപോലെ നമ്മുടെ 2 ടീച്ചർമാരും ഇവിടെ എത്തിയിട്ടില്ല. നന്ദി പറയാൻ വേണ്ടി ഇവിടെയുള്ള സജീവൻ PR, മറ്റു എൻ്റെ സഹപ്രവർത്തകരെ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, കളിക്കൂട്ടുകാരെ, അവരുടെ കുടുംബാംഗങ്ങളെ, ഏറ്റവും ഉന്നത വിജയം നേടി ഇന്നിവിടെ സമ്മാനങ്ങൾ വാങ്ങിയ പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ആദ്യമായി ഒരു ക്ഷമാപണമാണ്, ഞാൻ കുറച്ച് വൈകി, അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി തോന്നുന്നു അല്ലേ, സംശയം. ഞാൻ 2 മണിക്ക് ബൈജാണ്ണ കല്യാണത്തിന് കണ്ടുമുട്ടിയതാണ്. അത് കഴിഞ്ഞ് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്, 3 മണി വരെ സമയമുണ്ടല്ലോ, അപ്പൊ ഒന്ന് വീട് വരെ പോയി. അമ്മ വയ്യാണ്ട് കിടപ്പിലാണ്, അറിയാലോ. അപ്പൊ രാത്രി ചിലപ്പോൾ 3-4 പ്രാവശ്യമൊക്കെ എനിക്കേണ്ടി വരും. അപ്പോൾ അത് കാരണം പകലെവിടെയെങ്കിലും ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ ഒന്ന് കണ്ണടക്കേണ്ട ഒരു തോന്നൽ വരും. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒന്ന് കിടന്നു, അതുണ്ടായ. പിന്നെ മോൻ വന്ന് വിളിക്കും, ഇങ്ങനെ 2-3 കോളുകളായി വരുന്നുണ്ട്, വന്ന് നോക്കിയപ്പോഴൊക്കെ നമ്മുടെ ആൾക്കാരാണ്. വേഗം എനിക്ക് ഇതേ പോകുന്നുണ്ട്. എന്തായാലും ഞാനായിട്ട് കുറച്ച് വൈകിച്ചതിൽ ക്ഷമാപണം ചോദിക്കുന്നു. എന്തായാലും നമുക്കറിയാം, വളരെ നല്ലൊരു കൂട്ടായ്മ, അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ കാണാൻ നമ്മൾ, ദോഷവശങ്ങൾ ചെറുതായിട്ടുണ്ട്, നമ്മുടെ ബിജയ് സാറ് സൂചിപ്പിച്ചു. എന്തായാലും അത് നല്ലതിന് വേണ്ടി നമ്മളെല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ഭാരതം, ആ ഭാരതം എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാടാണ് നമ്മുടെ ഈ കൂട്ടായ്മ. ജാതി ഇല്ല, മതമില്ല, രാഷ്ട്രീയമില്ല, എല്ലാവരും ആ ചെറുപ്പത്തിലെ ആ സൗഹൃദവും സ്നേഹവും വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി, അവർ മാത്രമല്ല അവരെ കുടുംബാംഗങ്ങളും കൂടി ഈ ഒരു കൂട്ടായ്മയിൽ പങ്കാളികളാവുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളാണ്. ഈ പഠിക്കുന്ന കുട്ടികൾക്കും അവർക്കൊരു പ്രോത്സാഹനം, അതിൻ്റെ ഒപ്പം എങ്ങനെയായിരിക്കണം സമൂഹം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീക്ഷണവും ഈ ഒരു ചെറിയ ചടങ്ങിലൂടെ നമ്മൾ അവർക്ക് നൽകുകയാണ്. എന്തായാലും ഈ ഒരു കൂട്ടായ്മ ഇതിപ്പോ നമ്മുടെ സ്കൂൾ തുടങ്ങാൻ നമ്മൾ ഇത്തിരി വൈകി, വളരെ നല്ല രീതിയിൽ ഒരു പക്ഷേ നമ്മുടെ ബിജോയ് സാർ പറഞ്ഞ പോലെ ആ ഒരു സിനിമയായിരിക്കാം ഇതിൻ്റെ ഒരു കാരണം. പക്ഷെ ഇത് വളരെ സജീവമായി ഇപ്പം എല്ലാ പ്രദേശത്തും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഇത്തരം നല്ല കൂട്ടായ്മകൾ ആവശ്യമാണ്. നമുക്ക് പലതരത്തിലുള്ള പ്രചോദനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളായാലും അല്ലെങ്കിൽ മറ്റുള്ള മതസംഘടനകളായാലും നമ്മളെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള പല നീക്കങ്ങളും പല സമയങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെല്ലാം പിടികൊടുക്കാതെ നല്ല സ്നേഹ കൂട്ടായ്മയിലൂടെ നല്ലൊരു എന്താ പറയുക ആരോഗ്യകരമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഇത്തരം കൂട്ടായ്മകൾക്ക് സാധിക്കും. അതിന് നമ്മുടെ ഈ കൂട്ടായ്മയും മുതൽക്കൂട്ടാവട്ടെ. ഇത് ഈ ഒരു സ്നേഹ കൂട്ടായ്മ നല്ല രീതിയിൽ നടന്നു കൊണ്ടുപോകാൻ ജഗദീശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ആരും പോകരുതിട്ട്, നമുക്കിവിടെ ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ അവാർഡ് വാങ്ങിച്ച കുട്ടികളുടെ മറുപടി പ്രസംഗത്തിനായിട്ട് വിളിക്കുകയാണ്. സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും. എല്ലാവർക്കും നമസ്കാരം. ഡ്രീംസ് 87 ബാച്ചിൻ്റെ എൻ്റെയും വകയും ബാക്കി എല്ലാ സ്റ്റുഡൻസിൻ്റെ വകയും നന്ദി പറയുന്നു. ഇങ്ങനെ ഞങ്ങൾ പഠിച്ചതിന് ഞങ്ങൾ കഷ്ടപ്പാടിന് ഒരു അവാർഡ് കിട്ടുന്ന പറയുന്നത് ഒരു നല്ലൊരു മോട്ടിവേഷനാണ്. അത് ഇനിയും നന്നായി പഠിച്ച് ഇനിയും ഇതുപോലെ അവാർഡ് കിട്ടാനുള്ള ഒരു ടൈപ്പ് ഓഫ് മോട്ടിവേഷനാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. താങ്ക് യു. ഡ്രീംസ് 87 ഇങ്ങനെ ഒരു അവാർഡ് തന്നതിന് എല്ലാവരോടും നന്ദി പറയുന്നു. ഡ്രീംസ് 87 എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഈ അവാർഡ് തന്നതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്നത്തെ ഈ അനുമോദന സംഗമം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയതിൻ്റെ നന്ദി പറയുക എന്നതാണ് എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല. നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഞാൻ എൻ്റെ ആ ചുമതല നിർവഹിക്കട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച പ്രിയ സുഹൃത്ത് ഡ്രീംസ് 87 ബാച്ചിൻ്റെ കുടുംബാംഗം കൂടിയായ ശ്രീ സുഭാഷിന് ആദ്യമായി ഡ്രീംസ് 87 ബാച്ചിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സ്വതസിദ്ധമായ ശൈലിയിൽ വളരെ സരളവും സരസവുമായി ഒരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ച് അല്പം നേരത്തെ അദ്ദേഹം പോയെങ്കിലും ശ്രീ ജയപ്രകാശ് പൂവത്തിങ്കൽ 42ാം ഡിവിഷൻ കൗൺസിലർ കൂടിയാണ്, എൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനും ഡ്രീംസ് 87 ബാച്ചിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അനുമോദന പ്രഭാഷണം നടത്തിയ ശ്രീ ബിജോയ് സർ, അദ്ദേഹം ഈ സ്കൂൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ പരിധിയിൽ പോലീസ് സ്റ്റേഷൻ അവിടെ സബ് ഇൻസ്പെക്ടറായിട്ട് ഒക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആ സുവർണ കാലഘട്ടം മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അദ്ദേഹം നൽകിയ നല്ലൊരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള മനോഹരമായ ഒരു അനുമോദന പ്രഭാഷണം നടത്തിയ ശ്രീ ബിജോയ് സാർ, ഡ്രീംസ് 87 ബാച്ചിൽ ഞങ്ങൾക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പരിപാടിയെ ഇതുവരെ നിയന്ത്രിച്ചിരുന്നത് നമ്മുടെ ഡ്രീംസിൻ്റെ കുടുംബാംഗം കൂടിയായിട്ടുള്ള ശ്രീ മണികണ്ഠൻ. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ റോള് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. ശ്രീ മണികണ്ഠൻ, ഡ്രീംസ് 87 ബാച്ചിന് വേണ്ടി മണികണ്ഠനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അനുമോദന പ്രസംഗം നടത്തിയ 39ാം ഡിവിഷണൽ കൗൺസിലറും നമ്മുടെ സഹപാഠിയുമായിട്ടുള്ള ശ്രീ വിനോദ് പൊള്ളഞ്ചേരി, പൊതുസേവന രംഗത്ത് തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി നൽകിയിട്ടുള്ള ആശംസകൾക്ക് ശ്രീ വിനോദ് പൊള്ളഞ്ചേരി ഡ്രീംസ് 87 വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ട് സമ്മാനം മേടിക്കാനായിട്ട്. പ്ലസ് ടു ജയിച്ച ഭവ്യശ്രീ ശശികുമാർ. നമ്മുടെ എല്ലാ പരിപാടികൾക്കും ഈ സ്കൂളിൻ്റെ ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് നൽകി വളരെ നല്ല രീതിയിൽ സഹകരണം തന്നിരുന്ന രാജി ടീച്ചർക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് എത്തിച്ചേരാൻ പറ്റാഞ്ഞത്. ടീച്ചറുടെ അഭാവത്തിൽ അനിത ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറും നേരത്തെ പോയി. എങ്കിലും ആ ടീച്ചർക്കും ഡ്രീംസ് 87 ബാച്ചിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രങ്ങളായ നമ്മുടെ മക്കൾ, നമ്മുടെ പൂർവ്വ വിദ്യാലയമായിട്ടുള്ള ബോയ്സ് ആൻഡ് ഗേൾസ് സ്കൂളിലെ കുട്ടികൾ, ഇവർക്കെല്ലാം ഉള്ള നന്ദി ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരാണ് ഇന്നത്തെ ഈ സദസ്സിന്റെ ഏറ്റവും ആകർഷണ കേന്ദ്രങ്ങളായിട്ടുള്ള മക്കള്. അവരെ ഇത്രയും നേരം
നല്ല ക്ഷമയോടുകൂടി ഈ പരിപാടി വിജയപ്രദമാക്കി തീർക്കുവാനായിട്ട് സഹകരിച്ച ആ മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഡ്രീംസ് 87 ബാച്ചിന്റെ പേരിലുള്ള അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ പരിപാടിക്ക് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ തന്നെ വളരെയധികം സഹായവും പ്രോത്സാഹനവും നൽകിയിട്ടുള്ള ഡ്രീംസ് 87 ബാച്ചിന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാട്ടിലില്ലെങ്കിലും പ്രവാസ ലോകത്തിരുന്നുകൊണ്ട് വളരെയധികം സഹായ സഹകരണങ്ങൾ ഈ ഗ്രൂപ്പിന്റെ മുന്നോട്ടുള്ള പോക്കിന് നൽകി വരുന്ന പ്രവാസികളായിട്ടുള്ള ഞങ്ങളുടെ കൂട്ടുകാർക്കും ഇതുവരെ ഈ പരിപാടി ഇത്രയും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുവാനായിട്ട് മുൻകൈയെടുത്തിട്ടുള്ള ആരുടെയും പേരെടുത്ത് പറയേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പേരെടുത്ത് പറയുന്നില്ല. ആ സുമനസ്സുകളായിട്ടുള്ള പ്രിയപ്പെട്ട ചങ്ങാതിമാർക്കും 87 ബാച്ചിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി അവസാനിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേമാതരം. നമ്മുടെ പ്രോഗ്രാമിൽ അതിഥിയായി എത്തി അനുമോദന പ്രഭാഷണം നടത്തിയ ബിജോയ് സാറിന് നമ്മുടെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ്, അതിനെ ജെയ്സനെ ക്ഷണിക്കുന്നു. നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഈ പരിപാടിയുടെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത വർഷം ഇതിലും കൂടുതൽ കുട്ടികൾക്ക് സമ്മാനം നൽകാൻ കഴിയട്ടെ എന്നും ഇതിനേക്കാൾ ഗംഭീരമായി ഈ പരിപാടി ആഘോഷിക്കുമെന്ന വിശ്വാസത്തോടെ ഏവർക്കും ദേശീയഗാനം ചൊല്ലിക്കൊണ്ട് വിട പറയാം. ഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിദാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഹേ तव शुभ आशीष माहे गाहे तव जय गादा जनगण मंगलदायक जय हे भारत भाग्य विदाता जय हे जय हे जय हे जय जय जय